റംസാൻ മാസത്തിലെ ഫാസ്റ്റിങ്ങിലൊക്കെ എന്താവും, നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് അതാത് സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തൂല. അപ്പോൾ എന്താവും, ഈ ഒരു ട്രിഗർ എന്താക്കും, ഈ ഔട്ട് ഓഫ് ഫാജി എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിനെ ആക്ടിവേറ്റ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പം നമ്മുടെ കോശങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിലെ ആ കോശങ്ങളിൽ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ആയിട്ട് പുറന്തള്ളിക്കളയും, ഡാമേജ് ആയതിനൊക്കെ റിപ്പയർ ചെയ്തെടുക്കും. അപ്പോൾ എന്താവും, നമ്മളെ ആ കോശങ്ങൾ ശരിയായ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. ഒരു ക്യാൻസർ കോശമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാദസംബന്ധമായ രോഗത്തിൻ്റെ ഒരു കോശം ഉണ്ടെങ്കിൽ ഈ ഔട്ട് ഓഫ് ഫാജി നടക്കുമ്പോൾ എന്താവും, അതിൽ വേണ്ടാത്ത സംഭവങ്ങളൊക്കെ അത് റിമൂവ് ചെയ്ത് കളയാനും നോർമൽ ലെവലിലേക്ക് ഒരു പരിധി വരെ കൊണ്ടുവരാം. മൊത്തം പറ്റുന്നല്ല കേട്ടോ പറയുന്നത്, കാരണം ഇതുകൊണ്ട് സാധ്യമാവുന്നു എന്നുള്ളതാണ്. ഇത് ക്യാൻസർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മാത്രമല്ല സഹായിക്കുന്നത്, നമ്മൾ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഒരു ഇമ്മ്യൂണിറ്റി കോശങ്ങൾ ചെയ്യുന്ന ഫങ്ഷൻ കൂടിയാണ് അവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ന്യൂറോ ഡിജനറേറ്റീവ് ഡിസോർഡേഴ്സ് എന്ന് പറയുമല്ലോ നമ്മൾ